സ്വീഡൻ നെതർലാൻഡ്സ് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. എതിരില്ലാത്ത 2 ഗോളിന് ഓറഞ്ച് പട മുന്നിലെത്തിയിരിക്കുന്നു എന്ന അപ്ഡേറ്റ് ഇപ്പോൾ വരുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്നും KC ഉണ്ണികൃഷ്ണൻ തത്സമയം ചേരുകയാണ്. ഉണ്ണി, അപ്പോൾ നെതർലാൻഡ്സ് 2 ഗോൾ അടിച്ചു നിൽക്കുകയാണ്. നല്ല ഒരു മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജയം അനിവാര്യമാണ് മുന്നോട്ട് പോക്കിന്. അപ്പോൾ എന്താണ്, ഏത് നിലയിലാണ് ഈ കളിയെ വിലയിരുത്താൻ കഴിയുക? തീർച്ചയായും വളരെ ആവേശകരമായ മത്സരമാണ് ലോകകപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സ്വീഡനും നെതർലൻഡ്സുമായി നടക്കുന്ന മത്സരം വളരെ ആദ്യ മിനിറ്റുകളിൽ തന്നെ വളരെ ആവേശകരമായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ 5 മിനിറ്റിൽ തന്നെ ആദ്യ ഗോൾ നേടാനായി നെതർലൻഡ്സിന് കഴിഞ്ഞു എന്നതാണ് എടുത്തു പറയേണ്ടത്. 5-ാം മിനിറ്റിലും 17-ാം മിനിറ്റിലുമാണ് നെതർലൻഡ്സ് സ്വീഡന്റെ വല കുലുക്കിയത്. ബ്രയാൻ ബ്രോബിയാണ് നെതർലൻഡ്സിനായി ഈ ഗോൾ നേടിയതെന്നതാണ് എടുത്തു പറഞ്ഞ കാര്യം. മനോഹരമായ 2 ഗോളുകൾ അത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ വലയിലെത്തിക്കാനായി ബ്രയാൻ ബ്രോബിക്ക് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായി പറയേണ്ട ഒരു കാര്യം. ഇരു ടീമുകളും 2ാം മത്സരത്തിലാണ് ഈ ടൂർണമെന്റിൽ ഇറങ്ങിയിരിക്കുന്നത്. കൂടാതെ മികച്ച പ്രകടനം കാഴ്ചവെക്കുക, അതോടൊപ്പം തന്നെ മികച്ച മുന്നേറ്റം നടത്തുക എന്ന് തന്നെയാണ് ഈ ടീമുകൾ ലക്ഷ്യമിടുന്നത്. എന്തായാലും ആദ്യ 40 മിനിറ്റ് പിന്നിട്ടപ്പോൾ ആദ്യ 5 മിനിറ്റിലും അതോടൊപ്പം തന്നെ 17-ാം മിനിറ്റിലും ഗോൾ നേടാനായി നെതർലാൻഡ്സിന് കഴിഞ്ഞു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കൂടാതെ ബ്രയാൻ ബ്രോബിയാണ് ഈ 2 ഗോളുകളും നേടിയെന്നതും കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും 40 മിനിറ്റിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് പറയേണ്ടത്. മത്സരം തുടങ്ങി 40 മിനിറ്റിലേക്ക് എത്തിയിരിക്കുന്നു. നെതർലാൻഡ്സും സ്വീഡനും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു, മികച്ച ശ്രമങ്ങൾ ഉണ്ടാവുന്നത് തന്നെയാണ് ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. സ്വീഡനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ ആദ്യത്തെ മത്സരത്തിൽ തന്നെ ജപ്പാനെ 1-നെതിരെ 5 ഗോളുകൾക്കായിരുന്നു ജപ്പാനെ തകർത്തത്. ആ രീതിയിൽ വലിയ വിജയം നേടി വന്നതായിരുന്നു സ്വീഡൻ. അതേസമയം തന്നെ നെതർലൻഡ്സ് ആകട്ടെ സമനില വഴങ്ങിയാണ് ആദ്യ മത്സരത്തിൽ നിന്ന് ഈ 2ാം മത്സരത്തിലേക്ക് എത്തിയത്. എന്തായാലും ഈ നിർണായക മത്സരമാണ് ഇരു ടീമുകളെ സംബന്ധിച്ച്. ഈ ആദ്യ 40 മിനിറ്റ് പിന്നിട്ടപ്പോൾ എന്തായാലും വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാനായി നെതർലൻഡ്സിന് കഴിഞ്ഞു എന്നതാണ് പറയേണ്ടത്. 5-ാം മിനിറ്റിലും 17-ാം മിനിറ്റിലുമാണ് നെതർലൻഡ്സ് ഗോൾ നേടിയത്. ബ്രയാൻ ബ്രോബിയാണ് നെതർലൻഡ്സിനായി വലകൊലുക്കുന്നതാണ് കാണുന്നത്. എന്തായാലും മത്സരം പുരോഗമിക്കുകയാണ്. വലിയ ശ്രമങ്ങൾ അല്ലെങ്കിൽ മികച്ച ശ്രമങ്ങളെല്ലാം തന്നെ സ്വീഡന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതാണ് മത്സരത്തിലുടനീളം കാണാൻ കഴിഞ്ഞത്. ആക്രമിച്ചു തന്നെയാണ് ഇരു ടീമുകളും കളി തുടങ്ങിയത്. മികച്ച പ്രകടനങ്ങൾ അല്ലെങ്കിൽ മികച്ച മുന്നേറ്റമെല്ലാം തന്നെ ഇരു ടീമുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതാണ് കാണേണ്ട ഒരു കാര്യം. എന്തായാലും സ്വീഡനെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ ആദ്യത്തെ 5-ാം മിനിറ്റിൽ തന്നെ വലകുലുക്കാനായി നെതർലൻഡ്സിന് കഴിഞ്ഞു. തുടർന്ന് 17-ാം മിനിറ്റിലും ബ്രയാൻ ബ്രോബിയിലൂടെ തന്നെ നെതർലൻഡ്സ് ഗോൾ നേടുകയായിരുന്നു. എന്തായാലും തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങൾ സ്വീഡന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇരു ടീമുകളും എന്തായാലും തുല്യശക്തരാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. മികച്ച പ്രകടനങ്ങളെല്ലാം തന്നെ കാഴ്ചവെക്കുന്നു. സ്വീഡൻ തിരിച്ചു വരാൻ കഴിയുമോ മത്സരത്തിൽ എന്നുള്ള? എന്തായാലും ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് നെതർലൻഡ്സ് ആണ്. 2 ഗോളുകൾക്കാണ് അവർ ഇപ്പോഴും ലീഡ് ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.